ഹലോ മക്കളെ, നമുക്കിന്ന് SLC കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. തന്നെ ഓർഗാനിക് കെമിസ്ട്രി. പല കുട്ടികളും എന്നോട് പറഞ്ഞു ഓർഗാനിക് കെമിസ്ട്രി എടുത്തു സാറേ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഇംഗ്ലീഷ് മീഡിയത്തിന് മലയാളം മീഡിയത്തിൽ ചോദ്യ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പഠിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. സോ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. അത് ഹൈഡ്രോകാർബൺ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും കൂടിയിട്ടുള്ള കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. എനിവേ, കാർബൺ ഹൈഡ്രജൻ കൂടിച്ചേർക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ ഫോമുലാണ് തന്നിരിക്കുന്നത്. സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്ന മക്കളെ മലയാളം മീഡിയക്കാർ എന്താ പറയുന്നത്, ഘടന എന്ന് പറയും അല്ലെ, ഘടന. അപ്പൊ ഇതാണ് ഘടന. ഏതാണ് ഘടന? ഐക്കോൺ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പറിനകത്ത് ഇങ്ങനെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പേരിടും ഇതിനെ? എങ്ങനെ പേരിടാം? പേരിടങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ചോദ്യ പേപ്പർ എന്തായാലും ചോദ്യം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ചോദ്യം ഉണ്ടായിരിക്കും? ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേരിടാൻ, ഒരു ഘടന തന്നിട്ട് അതിന്റെ പേര് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മിക്കവാറും നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധിക്കും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പേരിടണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, പലതരത്തിൽ ചോദിക്കാം. ചിലപ്പം ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ചോദിക്കാം, അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ബ്രാഞ്ച് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ എണ്ണം ചോദിക്കാം, ബ്രാഞ്ചിന്റെ പൊസിഷൻ ചോദിക്കും, എത്രാമത്തെ കാർബണിലാണ് ബ്രാഞ്ചിൽ ചോദിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പേരിടുന്ന ആ പ്രോസസ്സ്, അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നിങ്ങളുടെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഫോർമുല എന്ന് പറയുന്നത്. നോക്കണേ മക്കളെ, എല്ലാവരും നോക്കണേ, ഇതാണ് സ്ട്രക്ചർ ഫോർമുല. അപ്പം CH3 CH CH2 CH CH2 CH3 പിന്നെ അതേപോലെ 2 ബ്രാഞ്ചുകളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ മെയിൻ ചെയ്യുന്നത് പുറത്തോട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് ബ്രാഞ്ചസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ, അതായത് ഏറ്റവും വലിയ ചെയിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ ഏറ്റവും വലിയ ചെയിനെ കണ്ടുപിടിക്കടാ, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതിനെയാണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയാം. അപ്പൊ മാക്സിമം ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ പാരന്റ് ചെയിൻ എന്ന് പറയും. പാരന്റ് ചെയിൻ, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിനെ വിളിക്കുന്ന പേരാണ് ലോങ്സ്റ്റ് അല്ലെങ്കിൽ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നമ്പർ ചെയ്യുന്ന സമയത്ത് മക്കൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്പർ ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പർ തുടങ്ങിക്കൂടെ, 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്യാം. വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്, എനിക്ക് തിരിച്ചു നമ്പർ ചെയ്തൂടെ? തിരിച്ചു നമ്പർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്യാം, 1 2 3 4 5 6. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഞാൻ 2 രൂപയിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തെ പൊസിഷൻ എന്തുണ്ട് മക്കളെ? ബ്രാഞ്ചുകൾ ഉണ്ട്. എന്താ ബ്രാഞ്ച് എന്ന് പറഞ്ഞാല്? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാഖകൾ കേട്ടോ, ശാഖകൾ. രണ്ടാമത്തെ പൊസിഷൻ എന്തുണ്ട്? ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ചിന് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് സെക്കൻഡ് പൊസിഷനിലാണെന്നുള്ളത് മക്കളെ ബ്രാഞ്ച് ഉള്ളത്. ഇനി ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റേക്ക് പോവുകയാണെങ്കിൽ മക്കളെ എനിക്ക് തേർഡ് പൊസിഷനാണെന്നുള്ളത് മക്കളെ ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ ഏതാ നല്ലത്? എനിക്ക് ബ്രാഞ്ചിൽ ഏറ്റവും മിനിമം നമ്പർ കിട്ടുന്ന പൊസിഷൻ ആണെന്ത് ഏറ്റവും നല്ല നെയിമിംഗ് എന്ന് പറയുന്നത്, നമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മക്കളെ? ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചൂസ് ചെയ്യണം. കാരണം എന്താ കാരണം? ബ്രാഞ്ചുകൾ അതായത് ശാഖകൾക്ക് ഏറ്റവും മിനിമം നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ഏത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള നമ്പറിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റമേ ഉള്ളൂ? 6 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ നമ്പറിംഗും ടെൻഷൻ അടിക്കേണ്ട, 7 8 എന്നുള്ള കാര്യമൊന്നും വേണ്ട. 6 എന്ന് പറയുമ്പോൾ ഹെക്സൈൻ ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എനിവേ, നമുക്ക് 6 എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 2ലും അതേപോലെ തന്നെ 4ലുമാണ് എന്തുള്ളത് മക്കളെ? ബ്രാഞ്ചുകൾ ഉള്ളത്. കാരണം എന്താ? നമ്മൾ ലെഫ്റ്റ് നിന്ന് പോകുമ്പോൾ 2ലും 4ലും എന്തുണ്ട്? ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദേർ ഇൻ ദ മെയിൻ ചെയിൻ? അതായത് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖ്യ ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം കിട്ടുന്ന ചെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്ത്? 6 എണ്ണമാണ് ആൻസർ അല്ലെ? 6 നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. സോ ആൻസർ ചെയ്തിക്കും എത്രയാണ്? 6. ഒന്നാമത്തെ ആൻസർ എന്താണ്? 6 എന്നാണ്. ഇനി ബി ക്വസ്റ്റൻ നോക്കിയാൽ ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അപ്പോൾ നെയിമിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പാരന്റ് ചെയിൻ എണ്ണം കണ്ടുപിടിക്കും, കാർബൺ എണ്ണം കണ്ടുപിടിക്കും. പിന്നെ എന്താ കണ്ടുപിടിക്കുക? നമ്മൾ എവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. എവിടെയൊക്കെ ബ്രാഞ്ചുകൾ മക്കളെ? 2ലും 4ലും. സോ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പൊസിഷൻ എന്താണ്? 2 and 4 ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖകളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്ഥാനമാണ് ഞാൻ പറഞ്ഞത്, സ്ഥാന സംഖ്യകളാണ് ഈ പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താ മക്കളെ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. ഇതിന് പേരിടണം. പേരിടുന്നത് വളരെ സിമ്പിൾ ആണ് മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ബ്രാഞ്ചുകളുടെ പേര് എഴുതാന്നുള്ളതാണ്. അതായത് നോക്കിയാൽ മക്കളെ, 2ലും 4ലും എന്തുണ്ട്? 2ലും 4ലും എന്തുണ്ട് മക്കളെ? ബ്രാഞ്ച് ഉണ്ട്. ഏത് ബ്രാഞ്ചാണുള്ളത്? നോക്കിയാൽ ബ്രാഞ്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയൊക്കെ ബ്രാഞ്ചുകൾ വരാം. ഈ CH3 എന്നുള്ള പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പം ബ്രാഞ്ച് ഇങ്ങനെ കാണാം മക്കളെ. അതായത് ഇങ്ങനെ കാണാം, C2H5. ഇപ്പൊ C2H5 എന്ന് പറഞ്ഞാൽ ഈതൈൻ. C2H6 നിങ്ങൾ എല്ലാവർക്കും അറിയാം. C2H6 പറഞ്ഞാൽ എന്താണ്? ഈതൈന. ഹൈഡ്രോ കാർബണിലെ ആൽക്കൈനിൽ വരുന്ന ആളാണ് ഈതൈൻ, C2H6. അതൊന്നൊരു ഹൈഡ്രജനെ കളഞ്ഞിട്ട് ആ സാധനം പിടി ചെയിൻ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ C2H5 ആയിട്ടാണ് കാണപ്പെടുക. അങ്ങനെ വിളിക്കുന്നവർ ഈതൈൽ എന്ന് വിളിക്കുക, ഈതൈൽ എന്ന് വിളിക്കും. ഇനി CH4 എന്താ മക്കളെ? മീതൈൻ അല്ലേ? അതിന് ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ ചെയിന്റെ മുകളിൽ പോയിരിക്കും എന്തായിട്ട് ഉണ്ടാവുക? CH3 എന്നുണ്ടാവുക. അപ്പൊ ഇത് ഫോം മക്കളെ? CH3 ഫോം അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. എന്താ പറയാ? മീഥൈൽ. CH4 ആണെങ്കിൽ മീഥൈൻ ആണ്. ഒരു ഹൈഡ്രജൻ കളഞ്ഞാൽ CH3 ആകുമ്പോൾ അത് മീഥൈൽ ആകും. ആ മീഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ബ്രാഞ്ച് ആണ്. ഈഥൈൽ എന്താ? അതും ബ്രാഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 2 CH3 ഗ്രൂപ്പ് എന്താണ്? ബ്രാഞ്ചുകളാണ്.
സോ എവിടേക്കാ ബ്രാഞ്ച് ഉള്ളത്? 2ലും 4ലും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2,4. ഇനി മറ്റൊരു പ്രശ്നമുണ്ട്. എത്ര ബ്രാഞ്ചുകളുണ്ട്? 2 ബ്രാഞ്ചുകളുണ്ട്. സോ 2 ബ്രാഞ്ച് എന്താ വിളിക്കുക? ഡൈ. എന്താ പറയാ? ഡൈ. ഒരേപോലത്തെ ആളാണ് ഡൈ എന്നും ട്രൈ എന്നും ടെട്ര എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ പഠിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2,4 ഡൈമിഥൈൽ 2,4 ഡൈമിഥൈൽ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ വേഡ് റൂട്ട് എന്ന് പറയുന്നത്. എന്താ വേഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ? മെത്താണോ, എത്താണോ, പ്രൊപ്പാണോ, ബ്യൂട്ടാണോ, ഹെക്സ് ആണോ, പെൻ, അങ്ങനെ അറിയില്ല. ഓക്കെ, അങ്ങനെയാണല്ലോ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6. ആറിന് വേഡ് റൂട്ട് എന്താ? എക്സ് എന്നാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചെയിൻ്റെ അകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അല്ലെ സിംഗിൾ ബോണ്ട് ആണോ നോക്കാം. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ എന്താ മക്കളത്? ആൽക്കൈൻ അല്ലേ? ആൽക്കൈൻ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഹെക്സൈന് കൊടുക്കാം. ഹെക്സൈൻ. ഇനി ഇത് ആൽക്കൈൻ ആണെങ്കിലോ ഹെക്സീന്ന് കൊടുക്കണം. ആൽക്കൈൻ ആണെങ്കിലോ ഹെക്സൈന്ന് കൊടുക്കണം. വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷനും കൂടി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നെങ്കിൽ X2E എന്ന് കൊടുക്കേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ് എന്ന് കൊടുക്കും. ഞാനിപ്പം ജനറൽ ആയിട്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇനിയുള്ള ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ജസ്റ്റ് പേരുകൾ പറഞ്ഞങ്ങ് പോവുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ. മലയാളം മെഡിക്കൽ നോക്കിയാൽ മലയാളം മെഡിക്കൽ എന്താ കൊടുക്കാം? 2,4. മലയാളം മെഡിക്കൽ എങ്ങനെ എഴുതണം? 2,4 ഡൈമിഥൈൽ ഹെക്സൈൻ എന്ന് കൊടുക്കണം. 2,4 ഡൈമിഥൈൽ ഹെക്സൈൻ. ഇംഗ്ലീഷ് മെഡിക്കാരോ? ഇംഗ്ലീഷ് മെഡിക്കൽ കൊടുക്കണം 2,4 ഡൈമിഥൈൽ ഹെക്സൈൻ. ഓക്കെ അല്ലേ? ഇത് എഴുതാൻ നോക്കണം മക്കളെ. 2,4 ഇട്ടിട്ട് ഹൈഫൻ കൊടുക്കണേ, അല്ലെങ്കിൽ എന്ത് മാർക്ക് മിസ് ആവും. 2,4 24 എഴുതരുത്. 2,4 ഹൈഫൺ ഡൈമിഥൈൽ ഹെക്സൈൻ. റെഡി അല്ലേ? യെസ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഗിവൺ ബിലോ. എന്താണ് ഇൻഫർമേഷൻ? കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ഓർഗാനിക് സംയുക്ത ഏതാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് എനിക്ക് ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി നമുക്ക് ചോദ്യം എന്താ നോക്കാം. ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റം മീൻസ് മെയിൻ ചെയിൻ. അവർ തന്നൊരു കണ്ടീഷൻ എന്തൊക്കെയാടാ? മെയിൻ ചെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം. സമ്മതിച്ചു, 3 കാർബൺ ആറ്റം ഉണ്ട്. അത് നമുക്ക് മനസ്സിലായത് ഈ കാർബണിന്റെ പേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിന്റെ പേര് എന്താണ്? 3 കാർബണുമായി ബന്ധപ്പെട്ടതാണ്, അതായത് പ്രൊപ്പുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഓക്കെ, ഫൈൻ. ഇറ്റ് ഹാസ് എ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് കാർബൺ, അതായത് നമുക്ക് 3 കാർബൺ ഉള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാടാ? അത് OH ഗ്രൂപ്പ് ആണ്. ഏത് ഗ്രൂപ്പാണ്? OH ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ് OH ഗ്രൂപ്പ്. അപ്പൊ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട് മക്കളെ? OH ഗ്രൂപ്പ് ഉണ്ട്. അതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നോ വരീസ്. ഓക്കെ, ഡോണ്ട് വരി, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. നോക്കിയേ, റൈറ്റ് ഇസ് അടുത്ത ചോദ്യമാണെന്ന് മക്കളെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചറൽ ഫോർമുല വെച്ചാൽ പറഞ്ഞില്ലേ? സ്ട്രക്ചറൽ ഫോർമുല, അതിന്റെ ഘടന നമുക്ക് എന്ത് ചെയ്യാൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇത് വരച്ച് കാണിക്കാൻ പറ്റും. എങ്ങനെ വരച്ച് കാണിക്കാം മക്കളെ? നോക്കിയേ, 3 കാർബൺ ഉണ്ടെന്നല്ല പറഞ്ഞത്? അതെ, 3 കാർബൺ വരച്ചേ. 1 2 3 മൂന്നെണ്ണം വരച്ചു. ഇനി ഇറ്റ് ഹാസ് എ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തിൽ എന്തുണ്ട്? ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പിനെ കൊടുത്തു. റെഡി? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ബാലൻസുകൾ എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് ഹൈഡ്രോ കാർബൺ, അപ്പൊ ആരുണ്ടാവുക? ഹൈഡ്രജൻ ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം, CH3 കൊടുക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ കാർബൺ എത്ര ബാലൻസ് കംപ്ലീറ്റ് ചെയ്തു? ഇവിടെ ഈ കാർബണിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഒരു ബാലൻസ് പോയി അല്ലെ? ഇവിടേക്ക് ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തു, ഒരു ബാലൻസ് പോയി. ഇവിടേക്ക് എന്ത് ചെയ്തു? OH അറ്റാച്ച്മെന്റ് കൊടുത്തു, ഒരു ബാലൻസ് പോയി. ബാക്കി എത്ര ഉണ്ട്? കാർബൺ ബാലൻസ് 4 അല്ലേ? യെസ്. അപ്പം ഒരാളെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം, CH. ബാക്കി ഇവിടെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു, CH3. ഈ സാധനമാണെന്ന് മക്കൾ നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഡാറ്റ അനുസരിച്ചുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്? CH3 CHOH CH3. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത് ചോദ്യം കഴിഞ്ഞു. ഈ ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന വാക്യം എഴുതുക എന്ന ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ തന്മാത്ര സൂചകം എഴുതും. എന്ത് തന്മാത്ര സൂചകം എന്ന് പറഞ്ഞാൽ മക്കളെ, മോളിക്കുലാർ ഫോമുല സ്ട്രക്ചർ എഴുതി, ഇത് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മോളിക്കുലാർ ഫോമുല പറയാൻ പറ്റും. ഇങ്ങനെ മോളിക്കുലാർ ഫോമുല എഴുതാൻ നമ്മൾ സിമ്പിൾ എഴുതാൻ പറ്റും. മക്കൾ നോക്കിയാൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. C3 മക്കളെ. C എത്ര ഉണ്ട്? 1 2 3 3 അപ്പൊ C3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 4 7 8 ഹൈഡ്രജൻ. സോ C3H8. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമ്പറും കൂടി എഴുതാം. വേറെ ആരാളും ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. സോ C3H8O. ഇതാണ് എന്ത്? അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ സിമ്പിൾ ആണുള്ള കാര്യങ്ങൾ. യെസ്. ഇപ്പൊ നിങ്ങൾ തന്നെ തന്മാത്ര സൂത്രം എഴുതാൻ പറഞ്ഞാൽ ആദ്യം കാർബൺ എണ്ണം എഴുതി, പിന്നെ ഹൈഡ്രജൻ എണ്ണം എഴുതുക, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ എണ്ണം കൂടി എഴുതി കൊടുക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. റെഡി അല്ലേ? ഇനി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഫംഗ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഐസോമർ. മക്കളെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ മക്കളെ? ഇവിടെ തന്നെ ആൽക്കഹോളാണ്. ഈ OH ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആൽക്കഹോൾ ആണ്. എന്താണ് ആൽക്കഹോൾ? ഈ ആൽക്കഹോളിന്റെ ഐസോമർ ആരായിരിക്കും? എപ്പോഴും ഈതർ ആയിരിക്കും. ആരാണ്? ഈതർ. അതായത് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ നോക്കിയേ, C3H8 അല്ലെങ്കിൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചത്, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് C2H5OH. ഇതാരാ മക്കളെ? ഇതാണ് എത്തനോൾ എന്ന് പറയുന്നത്. 2 കാർബൺ ഉള്ള ആൽക്കഹോൾ ആണ് എന്ത്? എത്തനോൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത്? ഇയാളുടെ ഐസോമർ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഹൈഡ്രജൻ എവിടേക്ക് ചേർത്ത് കൊടുക്കാം? എവിടേക്ക്? ഈ ഹൈഡ്രജന് കൂടുതൽ എഴുതി കൊടുക്കുക. അപ്പൊ ഓക്സിജൻ ഒറ്റക്കാവൂലേ? ഓക്സിജൻ ഒറ്റക്കാവുമ്പോൾ നമുക്ക് എന്തായിരിക്കും? അത് ഇതറാന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ C2H6O. ഇവനാരാ മക്കളെ? ഇത് ഇതർ തന്നെയാണ്. ഇതാരാണ്? ഇതറാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇയാൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇയാൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ. നോക്കിയേ, CH3OCH3.
എഴുതിക്കൂടാ, ഇതാരാ, ഇത് ഇതറാണ്. ഇതെന്താണ് ഇതർ. ഇതർ നിങ്ങൾ പേര് പഠിച്ചിട്ടുണ്ടോ ചിലപ്പോൾ. മിത്തോക്സി മീഥൈൻ, ഇത്തോക്സി മീഥൈൻ അങ്ങനെ കേട്ടിട്ടില്ല നിങ്ങൾ. അതുപോലെ മെത്തോക്സി മീഥൈൻ കേൾക്കാറുണ്ട്, അതുപോലെ മെത്തോക്സി പ്രൊപ്പൈൻ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ ആ രൂപത്തിലൊക്കെ പേര് കേൾക്കാറുണ്ട്. അതൊക്കെ എന്താണടാ, അതൊക്കെ ഇതറാണ്. എന്താണ് ഇതറാണ്. സോ ആൽക്കഹോളിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ ചോദിച്ചാൽ, ഫംഗ്ഷണൽ ഐസോമർ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി ഓടി വരേണ്ട ആരാണ്, ഇതറാണ്. ആരാണ്, ഇതർ. അതേപോലെ തന്നെ ആൽഡിഹൈഡ് തന്നാൽ അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ ആരാന്ന് വെച്ചാൽ പറയണം, കീറ്റോൺസ് ആണ്. ആരാണ്, കീറ്റോൺസ് ആണ്. ഇത് ആൽഡിഹൈഡിന്റെ കൂടെ കീറ്റോൺസും ആൽക്കഹോൾസിന്റെ കൂടെ ഇതറുമാണ് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് മക്കളെ കേട്ടോ. അപ്പൊ നിങ്ങൾ ആൽക്കഹോൾ തന്നിട്ട് അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന ആളാരാ, ഇതറാണ്. ആരാണ്, ഇതർ. ഓക്കെ അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന C3H8O അല്ലേടാ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, C3H8O സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതല്ലേടാ, ഇതല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന് എങ്ങനെ അതിന്റെ ഐസോമർ എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഹൈഡ്രജനെ പിടിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഓക്സിജൻ ഒറ്റപ്പെടുത്തിയാൽ പോരെ, ഓക്സിജൻ ഒറ്റപ്പെടുത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് C3 CH3 അതേപോലെ തന്നെ രണ്ടാമത്തെ കാർബൺ എന്തുണ്ട് മക്കളെ, നമുക്ക് ഓക്സിജൻ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. CH3 ഓക്സിജൻ CH2 CH3 ഇങ്ങനെ കൊടുക്കാം, ഇത് കൂടെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എത്രയാണ് നമ്പർ, 1 2 3 3 കാർബൺ, ഹൈഡ്രജനോ 3 5 8 ഓക്സിജൻ അല്ലേടാ. അപ്പൊ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതറിനെ എഴുതാൻ പറ്റും. സിമ്പിൾ അല്ലേ. യെസ്. നിങ്ങൾ ആൻസർ നോക്കിയാൽ കാണാൻ പറ്റും. നോക്കിക്കോ, C3H8O ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന സാധനമാണ് ഇതർ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി സാറ് പറയട്ടെ, ഈ ഇതറിന് പേരിടുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഇതെങ്ങനെ പേരിടാന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഓക്സിജൻ ഉണ്ടാവും, അപ്പുറത്തെ ഇപ്പുറത്തൊന്നും ഉണ്ടാവും ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ചുകൾ, അതായത് മിഥൈൽ ഇഥൈൽ അങ്ങനെ സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം. അതായത് ഇവിടെ CH3 കാണാം, C2H5 കാണാം, പലതും കാണാം. അതേപോലെ റൈറ്റ് സൈഡിലും കാണാം. ഓക്കെ അല്ലേ. നമുക്ക് ഇങ്ങനെ പേരിടാം, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മക്കളെ, അത് നമ്മൾ പേരിടുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഓർത്താൽ മതി, ചെറുതോക്സി വലുതേൻ. എന്താ വിളിക്കുക, ചെറുതോക്സി വലുതേൻ. ചെറുതോക്സി വലുതേൻ എന്ന് വെച്ചാൽ മക്കളെ, ഓക്സിജന്റെ പിന്നെ ചെറിയ ഓക്സിജൻ അപ്പുറത്തുള്ള ആൾക്കാർ ഗ്രൂപ്പ് ചെറുത് ഏതാ നോക്കുക, അയാളുടെ പേര് ആദ്യം പറയണം. എന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ലെഫ്റ്റ് സൈഡിലുള്ള CH3 അല്ലേടാ ചെറുത്, ഇയാളെ വലിയ ഗ്രൂപ്പ് അല്ലേടാ. ചെറിയ ഗ്രൂപ്പായ CH3 വിളിക്കുന്ന പേരെന്താ, മെത്തെന്നല്ലേ. അതേപോലെ വലിയ ഗ്രൂപ്പ് ആണെങ്കിലോ ഇവിടെ എത്താണല്ലോ. സോ ഇത് എത്തും, ഇത് മെത്തുമാണ്. സോ നിങ്ങൾ എന്ത് പേരെടുക്കാൻ പറ്റും, ചെറുതോക്സി എന്ന് പറയുമ്പോൾ മെത്തോക്സി. മെത്തോക്സി വലുത് എന്ന് പറയുമ്പോൾ ഏതാ, ഇതൈന. സോ മെത്തോക്സി ഈഥൈൻ, മെത്തോക്സി ഈഥൈൻ. ഇനി നോക്കിയാൽ ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിക്കും നിങ്ങൾ, C2H5O നെക്സ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്, CH2 CH3 ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താ മക്കളെ, ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ. സോ നിങ്ങൾ നോക്കണം, എത്തോക്സി. ചെറുതോക്സി എന്ന് പറയുമ്പോൾ ഇതാണ് ചെറുത്, അപ്പൊ എത്തോക്സി പ്രൊപ്പൈൻ ഇതൊക്കെ ഉണ്ടാവും പേര്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഇത്രയുള്ളതിന്റെ നട്സലായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആൽക്കഹോളിന്റെ ഫംഗ്ഷൻ ഐസോമർ ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആരാണ്, ഇതറാണ്. അതേപോലെ ആൽഡിഹൈഡ് ആണെങ്കിൽ ആരാണ്, കീറ്റോൺസ് ആണ്. ഇത്രയുള്ള കാര്യം. ഇനി മക്കൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ ആൽക്കെയിൻസ്, ഐഡന്റിഫൈ ദ ആൽക്കീൻസ് സംബന്ധ ഗിവൺ ഹൈഡ്രോകാർബൺ. അതായത് തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിൽ ആൽക്കീനിന്റെ സ്ട്രക്ചർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് മക്കളെ. എന്താ കാര്യം, നമുക്കറിയാം ആൽക്കീനും ആൽക്കെയിൻസും ഒക്കെ ഉണ്ടല്ലേ. ആൽക്കെയിൻസ് ഉണ്ട്, ആൽക്കെയിൻസ്, അതേപോലെ തന്നെ ആൽക്കീൻസ്, അതേപോലെ തന്നെ ആൽക്കൈൻസ് അല്ലെ. ഈ മൂന്നാൾക്കാരാണ് ഹൈഡ്രോ കാർബൺ പ്രധാനമായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവരുടെ ജനറൽ ഫോം നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നതാ. നിങ്ങൾ 8ലും 9ലും 10ലൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ എന്താ ജനറൽ ഫോമുല, CnH2n+2. CnH2n+2. ഇനി ആൽക്കീൻ എന്താ മക്കളെ, CnH2n എന്നാണ്. ഇനി ആൽക്കൈൻ ആണെങ്കിലോ CnH2n-2 എന്നാണ് അല്ലെ. എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ആൽക്കൈൻസിലാണെങ്കിൽ ഇവന്റെ പ്രത്യേകത എന്താ മക്കളെ, ഇവരെല്ലാം എന്താ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കീനിലാണെങ്കിലോ ഡബിൾ ബോണ്ട് കാണും, അതേപോലെ ആൽക്കൈനിലാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് കാണും. ഇതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ ഫോമിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ് മക്കളെ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ജനറൽ ഫോമിൽ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നിങ്ങൾ ചോദിച്ചത് എന്താണ്, ആൽക്കീൻ അല്ലേടാ, ആൽക്കീനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ജനറൽ ഫോമിൽ നോക്കാം. C2H6 എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രജൻ നിങ്ങൾ നമ്പർ 2 കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് C2H6 എന്ന് പറയുമ്പോൾ ഏത് ഫോമാ വരിക മക്കളെ, ഈ കാണുന്ന മക്കളെ, ഈ കാണുന്നത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണിത്, ആൽക്കൈൻ ആണ്. ഇനി C2H4 എന്താ, CnH2n ഫോം അല്ലേടാ അല്ലെ. അപ്പൊ ഇവനെന്താണ്, ആൽക്കീൻ ആണ്. സോ ആൻസർ എന്തായിരിക്കും മക്കളെ, CnH2n എന്ന് പറയുന്ന ഫോം ആകുമ്പോൾ C2H4 ആണ്. മനസ്സിലാവുന്ന മക്കളെ, C2H4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റെഡി അല്ലേടാ. യെസ്, ഓക്കെ അല്ലേ. യെസ്. ഇനി മക്കളെ നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ചോദ്യം കിടക്കാം. ദ സ്ട്രക്ചർ ഓഫ് ആൽക്കീൻ ഇസ് ഗിവൺ ബിലോ. ആൽക്കീൻ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വൈസ് ഇസ് എ റൈറ്റ്. എന്താണ് ഇതിന്റെ മോളിക്കുലാർ ഫോമുലയാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലാർ ഫോമുല എന്ന് പറയുമ്പോൾ എന്താണ്, തന്മാത്ര സൂത്രമാണ് ചോദിച്ചത്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ മോളിക്കുലാർ ഫോമിൽ ചോദിക്കാം, അല്ലെങ്കിൽ മോളിക്കുലാർ ഫോമിൽ വെച്ച് സ്ട്രക്ചർ ഏതാൻ ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓക്കെ അല്ലേ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മോളിക്കുലാർ ഫോമിൽ പറയാൻ പറ്റും. എല്ലാവരും നോക്കിക്കടാ, ഇവിടെ നിങ്ങൾ എങ്ങനെ മോളിക്കുലാർ ഫോമിൽ പറയേണ്ടത്, ആദ്യം ഇതിന് കാർബൺ എണ്ണം നോക്കുക. കാർബൺ എണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 1 കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട്, 3 കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്. സോ C4
നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആണ് നോക്കണം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് അല്ലെ? C4H6. ഇനി എന്താ സാറ് പറഞ്ഞത്? ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എണ്ണം കൂടി കൊടുക്കണം. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇല്ല. അതുകൊണ്ട് C4H6 അത് മതി. ഓക്കെ അല്ലേ? യെസ്, കണ്ടോ, ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. അതായത് ഈ കോമ്പൗണ്ടിന് IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് IUPAC നെയിം പറയുമ്പോൾ IUPAC നാമം എഴുതുക എന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തുള്ള ലോങ്ങസ്റ്റ് ചെയിൻ നോക്കണം. എന്താണ് നോക്കേണ്ടത്? ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണാണ് എന്ത് മക്കളെ? ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. അല്ലേടാ, ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പൊ 4 കാർബൺ ആണ് ഇതിനകത്ത് അല്ലെ? 4 കാർബൺ. ഇനി ഇവിടെ എന്തെങ്കിലും ബ്രാഞ്ചുകൾ ഉണ്ടോ? അതായത് ഈതയിലോ മിതയിലോ ഉണ്ടോ? ഇല്ല, ഈതയിലും മിതയിലും ഒന്നും ഇല്ല. നമുക്ക് എന്ത് ബ്രാഞ്ചുകളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഏതാണ്? ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തുണ്ട് മക്കളെ? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് വിച്ച് മീൻസ് എന്താ മക്കളെ? ആൽക്കൈൻ ആണ്. എന്താണ്? ആൽക്കൈൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആൽക്കൈൻ ഒന്നാമത് കിട്ടുന്ന അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് നമ്പറിംഗ് എളുപ്പത്തിൽ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ നമ്പർ ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാർബൺ 1 കൊടുക്കണം, ഈ കാർബൺ 2 കൊടുക്കണം, ഇവിടെ 3 കൊടുക്കണം, ഇവിടെ 4 കൊടുക്കണം. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാറേ നമുക്ക് ഇവിടെ നമ്പർ ചെയ്തൂടെ? ഇവിടെ നമ്പർ ചെയ്തൂടെ ചോദിച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ 3ാമത്തെ കാർബൺ അടുത്ത് എന്തുണ്ടാവുക? നമുക്ക് ട്രിപ്പിൾ ബോണ്ടിന്റെ നമ്പറിംഗ് കിട്ടുക. അപ്പൊ തെറ്റാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? മിനിമം നമ്പറിംഗ് കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മൾ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വേണം നമ്പർ ചെയ്യാൻ. അപ്പൊ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1ാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. മൊത്തം കാർബൺ ഉണ്ട് 4 കാർബൺ ഉണ്ട്. സോ നമ്മൾ 4 കാർബൺ എന്ന് വിളിക്കുക, ബ്യൂട്ട് എന്ന് വിളിക്കും അല്ലെ? ബ്യൂട്ട് അതാണ് വേർഡ് റൂട്ട് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും നമ്പർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിന് പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിംഗിൾ ബോണ്ട്സിലാണെങ്കിൽ എന്തുണ്ട്? അതിന് പൊസിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആൽക്കീനും ആൽക്കീനും എഴുതുമ്പോൾ അത് എത്രാമത്തെ കാർബൺ ആരത്തിലാണ് ഡബിൾ ബോണ്ട് ഇരിക്കുന്നത്, ട്രിപ്പിൾ ബോണ്ട് ഇരിക്കുന്നത് കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1ാമത്തെ കാർബണിലെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നത് നമ്മൾ ബ്യൂട്ട് 1 എന്ന് കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ YNE ഫോമിലാണ് എഴുതുന്നത്. എന്താ കൊടുക്കുന്നത്? YNE ഫോം. സോ ബ്യൂട്ട് 1 YNE, ബ്യൂട്ട് 1 YNE എന്ന് കൊടുക്കണം. റെഡി അല്ലേ? റെഡി അല്ലേ മക്കൾ? ഇതാണ് IUPAC ഫോമുല എന്ന് പറയുന്നത്. മനസ്സിലായി വിചാരിക്കും. മലയാളം മെഡിക്കൽ എങ്ങനെ എഴുതണം മക്കളെ? ബ്യൂട്ട് 1A എന്ന് കൊടുക്കണം. ബ്യൂട്ട് 1 അല്ലേ? മനസ്സിലായല്ലോ? റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത വിധത്തിൽ കിടക്കാൻ പോവാണ്. CH4, C2H6, C3H8 ആൻഡ് C4H10 ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഹോമോലോഗസ് സീരീസ്. എന്താ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരേ ഫാമിലി വരുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ CH2 എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് കോമൺ ഡിഫറൻസ് ആയിട്ട് CH2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൽക്കൈൻസിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാറുള്ളത്? CH4 ഒന്നാമത്തെ മെമ്പർ. ആൽക്കൈന്റെ 1ാമത്തെ മെമ്പറാണ് CH4. 2ാമത്തെ മെമ്പർ ആരായിരിക്കും? CnH2n+2 അല്ലേ? അപ്പൊ n 2 കൊടുത്താൽ C2H6 എന്താ? C2H6. 3ാമത്തെ ആരായിരിക്കും നമ്മള്? C3H8. 4ാമത്തെ ആരായിരിക്കും? C4H10 അല്ലെ? അങ്ങനെ പോവാ. അപ്പൊ ഇതിനെ വിളിക്കുന്ന ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഇസ് മോളിക്കുലർ ഫോർമുല ഓഫ് ദി 6th മെമ്പർ ഓഫ് ദി സീരീസ്? 6ാമത്തെ മെമ്പറുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 6ാമത്തെ അംഗത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? തന്മാത്ര സൂത്രം എഴുതുക എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഏത് ഗ്രൂപ്പാണ്? ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ നോക്കാം. മനസ്സിലാക്കാൻ പറ്റും ഏത് ഫോമാണ്? ആൽക്കൈൻ ഫോമിലാണ്. സോ നമുക്ക് അറിയാൻ പറ്റും 6ാമത്തെ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ജനറൽ ഫോമുല അങ്ങനെ എഴുതി വെക്കാം. CnH2n+1 ജനറൽ ഫോമുല. സോ n എന്ത് കൊടുത്താൽ മതി? 6 എന്ന് കൊടുത്താൽ മതി. സോ C6H2 × 6 എന്ന് പറഞ്ഞാൽ H12. +2 കൊടുക്കുമ്പോൾ H14. സോ C6H14. ഇതാണ് മക്കളെ 6ാമത്തെ ആളുടെ എന്ത് സ്ട്രക്ചറൽ മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ദ ജനറൽ ഫോമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് ജനറൽ ഫോമുല ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താ മക്കളെ? ഇത് CnH2n+2. കണ്ടില്ല മക്കളെ? സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? കാര്യം വളരെ സിമ്പിൾ ആണ്. റെഡി അല്ലേ? ഇനി അടുത്ത എന്താ മക്കളെ? സ്ട്രക്ചർ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ ബിലോ. അതായത് തന്നിട്ടുണ്ട് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ. ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ് എല്ലാ കാര്യം. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നോക്കിയാൽ മക്കളെ, എല്ലാവരും നോക്കിയേ. മെയിൻ ചെയിൻ ഒരു മുഖ്യ ചെയിനിലെ കാർബൺ അടുത്ത എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് വേണം നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്പർ ചെയ്തൂടെ? 1 2 3 4 5 അങ്ങനെ നമ്പർ ചെയ്യാം. അല്ലെങ്കിലോ തിരിച്ച് 1 2 3 4 5 ചെയ്യാം. എങ്ങനെ ചെയ്താലും 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. സോ എന്ത് ചെയ്യുന്നു? ഇതാ ഞാൻ പാരന്റ് ചെയിൻ ആയിട്ട് മുഖ്യ ചെയിൻ ആയിട്ട് തിരഞ്ഞെടുത്തു. ഓക്കെ, കാരണം എന്താ? ഇതിൽ 5 ഉണ്ട് മക്കളെ, ഇതിൽ 5 ഉണ്ട്. ഞാൻ ഇങ്ങനെയല്ല വേറെ ഫോമിൽ എടുക്കുന്നവർക്ക് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം. എങ്ങനെ എടുക്കാം? നോക്കിക്കേ, ചില കുട്ടികളുടെ സംശയം ഉണ്ടാവും ഇങ്ങനെ എടുത്തുവിടുന്നത്. ഇങ്ങനെയും എടുക്കാം. ഇങ്ങനെ എടുത്താൽ കുഴപ്പം എന്താ മക്കളെ? ഇങ്ങനെ എടുക്കുമ്പോൾ 4 കാർബണേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്തല്ല മുഖ്യ ചെയിനായിട്ട് പരിഗണിക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് മുഖ്യ ചെയിൻ. അല്ലെങ്കിൽ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാർബണാറ്റം ഉള്ളതാണ് പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് പാരന്റ് ചെയിൻ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. സോ അതിന് കാർബണാറ്റം എത്ര ഉണ്ടാവും? എണ്ണം എത്ര ആയിരിക്കും മക്കളെ? 5. കാർബണാറ്റം 5. സിമ്പിൾ. വാട്ട്സ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്? ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്നാണ് ചോദിച്ചത്. അതായത് ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റും. 1 2 3. 3ാമത്തിലാണ് മക്കൾ എന്തുള്ളത്? ബ്രാഞ്ച് ഉള്ളത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ് എന്താ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. IUPAC നെയിം നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആദ്യം നിങ്ങൾ ബ്രാഞ്ച് ചെയ്താൽ ബ്രാഞ്ച് എത്ര മക്കളെ? 3ാമത്തിലാണ് ബ്രാഞ്ച്. സോ 3. ഏത് ബ്രാഞ്ചിന്റെ പേര്? CH3 എന്ന് കാണുമ്പോൾ മിഥൈൽ. C2H5 ആണെങ്കിൽ ഇഥൈൽ. ഓർമ്മയില്ലേ? യെസ്. അപ്പം ഇതെന്താണ്? മിഥൈൽ ആണ്. സോ
3 മിഥൈൽ, 3 മിഥൈൽ ഉണ്ട്. ഇനി നിങ്ങൾ എന്ത് നോക്കണം? നമ്പർ ഓഫ് കാർബൺ ആറ്റം നോക്കണം. എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം? 5. 5ന്റെ പേര് എന്താ? പെന്റ്. സോ നിങ്ങൾ പെന്റ് എഴുതാം, പെന്റ് എഴുതാം. നമ്മൾ എന്ത് ചെയ്തി? പെന്റ് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കണം ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ നോക്കാം. ഇല്ല, ഒന്നുമില്ല, ഒക്കെ എന്താ സിംഗിൾ ബോണ്ട് ആണ്. സോ നമുക്ക് ഉറപ്പാണ് എന്ത്? അത് ആൽക്കൈൻ ഗ്രൂപ്പ് ആണ്. സോ പെന്റെയിൻ. എന്താണ്? പെന്റെയിൻ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്. നോക്കാം ആൻസർ നോക്കിയേ. 3 മിഥൈൽ പെന്റെയിൻ, 3 മിഥൈൽ പെന്റെയിൻ എന്നാണ് ആൻസർ. 3 മിഥൈൽ പെന്റെയിൻ. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സിമ്പിൾ ആണല്ലോ? യെസ്. അടുത്ത നോക്കാം. സ്ട്രക്ചർ ഫോർമുല ഫോർ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ആ 2 ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഘടനാവാക്യം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? CH3O, C2, CH2, CH3 ആൻഡ് CH3, CH2, CH2OH. IUPAC നെയിം ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സംയുക്തത്തിന്റെ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ പഠിപ്പിച്ചതാണ്, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ചെങ്ങായി എന്താണടാ? ഓക്സിജൻ സെന്ററിലും എപ്പോഴും ആൽക്കൈൽ ഗ്രൂപ്പിലാണെങ്കിൽ ഉറപ്പിച്ചു അത് എന്താണടാ? ഇത് ഇതറാണ്. എന്താണ്? ഇതറാണ്. ഇയാളുടെ പേര് ഞാൻ പറയാൻ പഠിപ്പിച്ചിരുന്നു. എങ്ങനെ പഠിപ്പിച്ചത്? ചെറുതോക്സി വലുത്. അതായത് ചെറിയ ഗ്രൂപ്പ് ഏതാണ് അയാൾ ആദ്യം പറയണം, പിന്നെ വലിയ ഗ്രൂപ്പിനെ പറയണം. അങ്ങനെയാണെങ്കിൽ ചെറുത് CH3 അല്ലേടാ? മെത്തോക്സി. എന്താണ്? മെത്തോക്സി. വലുത് ഏതാ? ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ? സോ മെത്തോക്സി ഈഥൈൽ. ഇതാണ് ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ആൻസർ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്താ? ദിസ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? അപ്പൊ നിങ്ങൾ പറയണം സെയിം മോളിക്കുലർ ഫോർമുലയാണ്, ഡിഫറൻറ്റ് സ്ട്രക്ചർ ആണല്ലേ? ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ, ഇതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് അല്ലേ? കാരണം എന്തുകൊണ്ടാ? അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. ഇയാളുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണ്? O ആണ് അല്ലേ? അതായത് എത്രയാണ് ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്? ഇയാൾ എന്താ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താ? അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അതായത് എന്താണ് മക്കളെ? ഇവിടെ ഈതറാണ് വരുന്നത്. അപ്പൊ 2 ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ ഐസോമർ ആയിട്ടാണ് പറയാറുള്ളത്. മാത്രമല്ല ഇയാളുടെ മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. എന്താ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ? അതായത് മോളിക്കുലർ ഫോർമുല എന്താ മക്കളെ വരിക? 3H8 ആണ്. 2 പേരുടെയും മോളിക്കുലർ ഫോർമുല. ഡിഫറെന്റ് സ്ട്രക്ചർ ആണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത്. സോ ഇതെന്താണ് മക്കളെ? ഈ കാണുന്ന സാധനം എന്താണ്? എന്താണ്? ഫംഗ്ഷണൽ ഐസോമർ ആണെന്നാണ് പറയപ്പെടാം. ഓക്കെ അല്ലേ? ഐസോമർസ് എക്സിബിറ്റഡ് ബൈ ദം. നിങ്ങൾ പറഞ്ഞ ഫംഗ്ഷണൽ ഐസോമറിസം എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദി സെക്കൻഡ് കോമ്പൗണ്ട്. അത് നല്ലൊരു ചോദ്യം മക്കളെ, നല്ല ചോദ്യമാണ്. കാരണം ഈ രണ്ടാമത് എന്താ? ഈ ഓപ്ഷൻ ഈ കാണുന്നതാണ് മക്കളെ? ആൽക്കഹോൾ ആണല്ലോ. ഈ ആൽക്കഹോൾ ആണ്. ഏത് ആൽക്കഹോൾ ആണ് മക്കളെ? നോക്കിയേ. CH3, CH2, CH2OH. ഇതാണല്ലോ മക്കളെ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ ആൽക്കഹോളിന്റെ പൊസിഷൻ ഐസോമർസ് ആണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? സിമ്പിൾ ആണ്. അതായത് ഇവിടെ OH ഇവിടെ അല്ലേ കൊടുത്തത്? ഒന്നാമത്തെ കാർബണല്ലേ OH ഉള്ളത്? ആണ്. പൊസിഷൻ ഐസോമർസ് പറയുമ്പോൾ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന OH ഗ്രൂപ്പിന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ ഒന്നാമത്തെ കാർബണിലാണ് ഈ OH ഗ്രൂപ്പ് ഉള്ളത്. അവിടെ രണ്ടാമത്തെ കാർബണിലെ കായിക്കോ. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? പൊസിഷൻ ഐസോമർസ് കിട്ടും. നോക്കിയേ. CH3, CH2, CH3, CH2, CH3. ഇവിടെ നിന്ന് ഹൈഡ്രജനെ മാറ്റിയത് എന്ത് ചെയ്തു? അവിടെ ഒരു OH കൊടുത്തു. കണ്ടോ? ഒന്നും ചെയ്തില്ല. ഇവിടെ ഒന്നാമത്തെ കാർബണിലായിരുന്നു OH ഉണ്ടായിരുന്നത്. പിന്നെ മാറ്റി രണ്ടാമത്തെ കാർബണിലെ ആക്കി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഹൈഡ്രജനെ കളഞ്ഞിട്ടാണ് ഈ OH അങ്ങ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബാലൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കണേ, ബാലൻസ് കറക്റ്റ് ആക്കണം. കാർബണിന്റെ ബാലൻസ് 4 ആണ്, ഓർത്തിരിക്കണം. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ ഐസോമർസം എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? റെഡി അല്ലേ? നോക്കി ആൻസർ നോക്കി എല്ലാവരും നോക്കടാ. റെഡി അല്ലേ എന്നുള്ളത്? കണ്ടോ? സിമ്പിൾ അല്ലേടാ? മെത്തോക്സീഥേൻ ആണ്. കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ഐസോമർസം ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക? നമുക്ക് പറഞ്ഞു കൊടുക്കാം. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ. ഇനി അടുത്ത് ഐഡന്റിഫൈ ദി കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അതായത് മലയാളം മീഡിയക്കാർ നോക്കണേ, എല്ലാവരും നോക്കണേ. കാർബൺ കാർബൺ ത്രിബന്ധനമുള്ള സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ ബന്ധനം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണ്. ബന്ധനം എന്ന് പറഞ്ഞ ബോണ്ട് എന്നാണ്. അപ്പം ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് ത്രിബന്ധനം എന്നാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരെന്താ? ആൽക്കൈൻ. എന്താണ്? ആൽക്കൈൻ. 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 ആൽക്കൈൻ ആണ്. YNE ആണ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ജനറൽ ഫോമിൽ എന്താ സാർ പഠിപ്പിച്ചത്? എന്തായിരുന്നു മക്കളെ? CnH2n-2, CnH2n-2, CnH2n-2 അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. ഈ ചങ്ങായി C2H2 എന്ന് പറയുമ്പോൾ C 2 കൊടുക്കും, N 2 കൊടുക്കും. C2H 2 × 2 - 2 അല്ലെ? അങ്ങനെയാണെങ്കിൽ C2 H 2 × 2 എന്താ? 4 അല്ലേ? 4 - 2 എന്താ? 2 അല്ലേ? C2H2. അപ്പൊ നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ C2H2 എന്ന് പറയുമ്പോൾ ഏത് ഫോമാണത്? CnH2n-2 ഫോമിലാണ് വരുന്നത്. അപ്പൊ അയാൾ ആരാണ്? ആൽക്കൈൻ ആണ്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളവനാണ്. മനസ്സിലായ മക്കളെ? അപ്പൊ ആൻസർ ഏത് വരിക? C2H2 ആണ് വരുന്നത്. മനസ്സിലായില്ലേടാ? മനസ്സിലായില്ല? ഇനി 3 കാർബൺ ഉള്ള ആൽക്കൈൻ ആയിരുന്നുവെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? അപ്പൊ നോക്കിക്കേ നിങ്ങൾ എല്ലാവരും. C3H2n-2 അപ്പൊ 2 × 3 6 -2 എന്ന് പറയുമ്പോൾ 4. അപ്പൊ C3H4 ഇങ്ങനെ വരും. അപ്പൊ ഈ ഒരു ഫോമാറ്റിൽ വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും? ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരായിരിക്കും. റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ ഐസോമർ പെയർ ഇൻ ദി ഗിവൺ കോമ്പൗണ്ട്സ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചത്. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? ആൽക്കഹോളിന്റെ കൂടെ ആരുണ്ടാവുക? ആൽക്കഹോളിന്റെ കൂടെ എപ്പോഴും പെയർ ആയിട്ടുള്ള കപ്പിൾ ആരായിരിക്കും? ഈതറായിരിക്കും അല്ലെ? ആൽഡിഹൈഡിന്റെ കൂടെ എപ്പോഴായിരിക്കും? കീറ്റോൺസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ചെങ്ങായി ആരാടാ?
ഈ കാണുന്ന ചെങ്ങായി നോക്കണേ, എല്ലാവരും നോക്കണേ. ഈ കാണുന്ന ചെങ്ങായിരാ ഇതറല്ലേടാ, ഇതറല്ലേ. ഓക്സിജൻ സെന്ററിൽ വരികയാണ്, അപ്പുറത്തെ ഇപ്പുറത്തെ ആൽക്കൈൽ ഗ്രൂപ്പുകളാണെങ്കിൽ ഉറപ്പിച്ചോ എന്താണ് ഇതറാണ്. ഇനി OH ഗ്രൂപ്പ് ആണെങ്കിലോ ഉറപ്പിച്ചോ എന്താണത് ആൽക്കഹോൾ ആണ്. അപ്പൊ ഉറപ്പാണ് എന്ത് ഈ രണ്ട് ചെങ്ങായിമാർ എന്താണ് ഫങ്ഷണൽ ഐസോമർ ആണ്. എന്താണ് ഫങ്ഷണൽ ഐസോമർ ആണ് അല്ലെ. അപ്പം രണ്ട് ചെങ്ങായിമാർ എന്താണ് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. കണ്ടോ, അപ്പൊ കോമ്പൗണ്ട് 2 and 3 ആർ എന്താ മക്കളെ ഫങ്ഷണൽ ഐസോമർ ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആൻസറും കിട്ടി. ഏത് ഐസോമറിസം ആണ്? ഫങ്ഷണൽ ഐസോമറിസം ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1? ഒന്നാമത്തെ കോമ്പൗണ്ട് എത്ര എന്തുണ്ട് നമുക്ക് ഐസോമർ ഉണ്ട് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഈ ചെങ്ങായി ആരാ? CH3 CH2 CH2 CH3. ഈ ചെങ്ങായിന്റെ പേരെന്താ? ഈ ചെങ്ങായിന്റെ പേരാണ് മക്കളെ, ഈ ചെങ്ങായിന്റെ പേരാണ് എന്ത്? ചെങ്ങായിന്റെ പേരാണെന്ന് മക്കളെ അറാ 4 കാർബൺ ഉണ്ട്. അപ്പൊ ബ്യൂട്ട് ആൽക്കീൻ ആകുമ്പോൾ ബ്യൂട്ടൈൻ. ഇതാ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ അല്ലേടാ, ബ്യൂട്ടൈൻ ആണ്. ഇയാൾക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. OH അല്ലെങ്കിൽ ഓക്സിജൻ ഒന്നും ഇല്ലല്ലോ. വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഫങ്ഷണൽ ഐസോമർസം കാണിക്കാൻ പറ്റൂല. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ മാറ്റാനും പറ്റൂല അല്ലെ, അതും പറ്റില്ല. പിന്നെ എന്താ പറ്റുക? സ്ട്രക്ചറൽ ഐസോമർസം പറ്റും. അതായത് അതിന്റെ ചെയിൻ മാറ്റാൻ പറ്റും. ചെയിൻ ഐസോമർ അതായത് സ്ട്രക്ചർ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ ഐസോമർസം കാണിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഇയാൾ നമുക്ക് വേണമെങ്കിൽ 4 കാർബൺ അല്ല ഉള്ളത്, 4 കാർബണിന് 3 കാർബൺ ആക്കി കൂടെ, എന്നിട്ട് 1 ബ്രാഞ്ച് ആക്കി കൂടെ ആക്കാം. എങ്ങനെ ആക്കാൻ പറ്റും സാറെ? കാണിച്ചു തരാൻ പറഞ്ഞാൽ എങ്ങനെ കാണിച്ചു കൊടുക്കും? സിമ്പിളി കാണിച്ചു കൊടുക്കാം. CH3 CH2 CH മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞത് CH3 കൊടുത്തിട്ട് ഇവിടെ ഞാൻ ചെയ്തു CH3 ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതായത് 4 കാർബൺ ഉള്ള മെയിൻ ചെയിനെ മാറ്റിയാൽ 3 കാർബണുള്ള മെയിൻ ചെയിൻ ആക്കി മാറ്റി. ഇനി എനിക്ക് ചെറുതാക്കാൻ പറ്റൂല. അങ്ങനെ ആക്കുമ്പോൾ എന്താ പ്രത്യേകത മക്കളെ? നോക്കിയാൽ മക്കളെ, നമ്പർ നോക്കും. കാർബൺ 1, കാർബൺ 2, കാർബൺ 3, കാർബൺ 4. അപ്പൊ എന്താ പറയാ? C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 4, 7, 10. C4H10. ഈ C4H10 അല്ലടാ ഇതും. ഇത് നോക്കി നിങ്ങൾ, ഇന്നാ നോക്കിക്കേ, എത്ര ഉണ്ട്? 1, 2, 3, 4. C4 3, 5, 7, 10. C4H10 അല്ലേടാ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ ഐസോമറിസം കാണിക്കാൻ പറ്റും. എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എത്ര ഐസോമറിസം കാണിക്കാൻ പറ്റും? ഐസോമറിസം. നോക്കിയേ, എന്താണ് 1 എന്നാണ് ആൻസർ വരും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ലോങ്സ്റ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ? വളരെ സിമ്പിൾ ആണ്. ലോങ്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ വിളിക്കുന്ന പേരാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെ നെയിം ചെയ്യാൻ പറ്റും? എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും നെയിം ചെയ്യാം, നമ്പർ ചെയ്യാം, ഇങ്ങനെ നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്യാം. 2 ഫോം ഉണ്ട്. 2 ഫോമിൽ നമ്പർ ചെയ്താൽ എന്താ പ്രത്യേകത? 2ലാണ് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് എന്തുള്ളത് ബ്രാഞ്ച് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. നിങ്ങൾ നോക്കുമ്പോൾ ഈ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5. 5 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ 5 കാർബൺ ആണ് ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. റെഡി? ഗിവ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ച്. എത്രാമത്തെ ബ്രാഞ്ച് ഉള്ളത്? രണ്ടാമത്തെ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് എന്താണ്? മിഥൈലാണ്. എന്താണ്? മിഥൈലാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ എന്താണ്? മിഥൈലാണെന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കണം മക്കളെ. അടുത്തത് വാട്ട് ഇസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്? എത്രാമത്തെ പൊസിഷൻ? ഏതാ പൊസിഷൻ? രണ്ടാമത്തെ നമ്പർ ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിൽ എന്താണ്? മിഥൈൽ ഗ്രൂപ്പ് ആണ്. ഇനി അതായത് IUPAC നെയിം കോമ്പൗണ്ട് IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സംയുക്തത്തിന്റെ IUPAC നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കണ്ണും മുട്ടി നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്ത് എങ്ങനെ പറയേണ്ടത് നോക്കിയേ. രണ്ടാമത്തിൽ എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് എന്താ? മിഥൈലാണ്. 2 മിഥൈൽ. എത്ര കാർബൺ ഉണ്ട്? മാക്സിമം ചെയിൻ കാർബൺ ആറ്റം എന്താണ്? പാരന്റ് ചെയിൻ 5 ആകുന്നു. 5ന്റെ വേറൊരു എന്താ? പെന്റ് ആകുന്നു. സോ 2 മിഥൈൽ പെന്റ്. എന്ന് പറയണം. ഹൈഡ്രോ കാർബൺ ഏതാണ്? ആൽക്കീൻ ആണ്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. നേരെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 2 മിഥൈൽ പെന്റ് എന്ന് കൊടുക്കാം. 2 മിഥൈൽ പെന്റ്. നോക്കാം നമുക്ക് ആൻസർ റെഡി ആണെന്നുള്ളത്. നോക്കി മക്കളെ, നോക്കിയേ. 2 മിഥൈൽ പെന്റ്. എന്താണ്? 2 മിഥൈൽ പെന്റ്. സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. റെഡി? ഈ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. CnH2n+2 ആൽക്കൈൻ ആണെങ്കിൽ CnH2n- എന്താണ്? ആൽക്കൈൻ ആണ്. എന്താണ്? ആൽക്കൈൻ. ആൽക്കൈൻ ആണ് എന്ത് വരിക? ആൽക്കൈൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും കേട്ടോ. ആൽക്കൈൻ. റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്, ആൽക്കൈൻ. ഓക്കെ, മറ്റേത് ആൽക്കൈൻ ആണ്. CnH2n+2 എന്ന് പറഞ്ഞാൽ CnH2n-2 എന്താണ്? ആൽക്കൈൻ ആണ്. ഇനി CnH2n ആണെങ്കിലോ അത് ആൽക്കീൻ ആകുന്നു. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ഈ സംയുക്തത്തിന് IUPAC നാമം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചോദ്യം വന്നത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താണോ? ഇംഗ്ലീഷ് മലയാളം ചോദിച്ചിരിക്കുന്നത് ഈ സ്ട്രക്ചറിന്റെ നെയിമിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. IUPAC നെയിമിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കാം മക്കളെ. CH3 CH2 CH എങ്ങനെ നമ്മൾ നമ്പർ ചെയ്യണം? നമുക്കറിയാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പർ ചെയ്യാം 1, 2, 3, 4. ഓക്കെ, ഇത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം എന്താ? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. ആ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിൽ വേണം ഞാൻ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിനേക്കാൾ നല്ല എന്താണോ? ഇവിടുന്ന് 1, 2, 3, 4 കൊടുക്കുന്നതല്ലേ? അങ്ങനെ കൊടുക്കുന്നത്. കാരണം എന്താ? ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നാമത്തെ കാർബൺ എന്ത് കിട്ടുന്നുണ്ട്? ഡബിൾ ബോണ്ടിന് എന്ത് നമ്പറിങ് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഒബേ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പേര് കൊടുക്കാൻ പറ്റും? 4 കാർബൺ ആറ്റംസ് ഉണ്ടല്ലോ. ലോങ്സ്റ്റ് ഉണ്ട്. 4 കാർബൺ ആറ്റം ഉണ്ട്. അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ടാകുന്നു. എത്രാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉള്ളത്? ഒന്നാമത്തേല്. സോ ബ്യൂട്ട് 1 ഈന്. അത് ബ്യൂട്ടി എന്ന് പറയാം. നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ഒന്നാമത്തെ കാർബൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി കാണിച്ചാൽ തെറ്റില്ല. ബ്യൂട്ട് 1 ഈൻ എന്നാണ് അതിന്റെ പേരുണ്ടാവുക. ഇത് തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്? മോളിക്കുലാർ ഫോർമുല എന്താ പറയാം? വെരി സിമ്പിൾ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 5, 6, 8. C4H8.
C4H8 ആണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇനെന്താ, ഇതിന് ശേഷം വരുന്ന തൊട്ടടുത്തുമായ ഹോമോലോഗിന്റെ തന്മാത്ര എഴുതുന്നത്, അതായത് അടുത്ത ഫാമിലിയിലുള്ള തൊട്ടടുത്ത ചേട്ടന്റെ പേര് ഏതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഫാമിലിയിലുള്ള തൊട്ടടുത്ത ആളായിരിക്കും മക്കളെ, അഞ്ച് കാർബൺ ആളല്ലേ, C4H10. C4H10 ഇതാണ് സാധനം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ് അല്ലേടാ? സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ആൻസർ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേടാ? സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തത്തിൽ പരിശോധിക്കുക. ഓക്കെ, രണ്ട് മലയാളം ക്വസ്റ്റ്യൻ തന്നെ കാണുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന്റെ ഐസോമർ ജോലി കണ്ടെത്തുന്നത് ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. എന്താണ് മക്കളെ, ഈ കാണുന്ന ചെങ്ങായി ആരാണ് മക്കളെ? ആരാണ്? ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ ഐസോമർ ആരായിരിക്കും മക്കളെ? ഒപ്പിച്ചാരാണ്? ഇതറാണ്. ഓക്സിജൻ സെൻട്രലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ഇടയിൽ കിടക്കുന്ന, ഓക്സിജൻ വിങ്ങിപ്പെട്ടി ഇരിക്കും ഇടയിൽ. അപ്പുറത്തെ ഇപ്പോഴത്തെ ആൽക്കഹോൾ ഗ്രൂപ്പുകളുണ്ട്. ഇന്നത്തെ ചെങ്ങനെ വിളിക്കുന്ന പേരെന്താ? ഇതർ എന്ന് വിളിക്കും. എന്താണ്? ഇതർ. അപ്പൊ അങ്ങനത്തെ ആളുടെ നോക്കുക. ഇങ്ങനത്തെ ആളുണ്ട്, അങ്ങനത്തെ ആളുണ്ട്. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മറ്റൊരു പ്രശ്നം കൂടി നോക്കണം. നിങ്ങൾ കാർബണും ഹൈഡ്രജനും സെയിം ആണെന്ന് കൂടി നോക്കണം. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് ചെങ്ങന്മാർ സെയിം ആടാ. C3H8O ആണ്. എന്താണ്? C3H8O. അപ്പൊ ഇവന്മാരെന്താണ്? ഫംഗ്ഷണൽ ഐസോമർ ആണ് അല്ലെ? ഫംഗ്ഷണൽ ഐസോമർ ആണ്. റെഡിയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇത് എത്ര കാർബണാറ്റം ഉണ്ട്? 5 കാർബണാറ്റം ഉണ്ട്. ഈ ചങ്ങായി എന്താണ്? 5 കാർബണാറ്റം തന്നെയാണ്. എന്താ പ്രത്യേകത? ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ചെയിൻ ഐസോമർസ് മാറ്റമുണ്ട് അല്ലെ? ഇയാൾക്ക് 5 ഇതിന്റെ പാരന്റ് ചെയ്യണമെങ്കിൽ ഇയാൾ ചെയ്യുന്ന എന്താ? 4 ആണ്. പക്ഷെ കാർബണിന്റെയും ഹൈഡ്രജൻ എണ്ണം എന്താണ്? സെയിം തന്നെയാണ്. സോ ഇവന്മാർ രണ്ടുപേരും എന്താടാ? ചെയിൻ ഐസോമർസമാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താടാ? സോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ? ക്ലോറിനാണ്. ഹാലജൻസ് ആയിട്ടാണ് പറയുന്നത്. ഹാലജൻസ്. ഇത് ഹാലജൻ പൊസിഷൻ എന്ത് മാറ്റുണ്ട്? ഇവിടെ ഒന്നാമത്തെ കാർബണിലാണ് ഹാലജൻ ഉള്ളതെങ്കിൽ, ക്ലോറിൻ ഉള്ളെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ ഉള്ളത്. സോ ഇതെന്താ മക്കളത്? പൊസിഷൻ ഐസോമറിസം. അപ്പൊ 3 ഐസോമറിസം കാണുന്നുണ്ട്. ചെയിൻ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ഇതിന്റെ പെയറിനെ ചൂസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുക? നോക്കിയേ, പെയർ ആയിട്ട് ഒരു 3ഉം 6ഉം എന്നുള്ള പെയറാണ്. അതേപോലെ തന്നെ 1ഉം 5 ഒരു പെയറാണ്. ആൻഡ് 2ഉം അതേപോലെ തന്നെ 4ഉം ഒരു പെയറാണ്. റെഡി അല്ലേടാ? നോക്കി ആൻസർ നോക്കി എല്ലാവരും. നോക്കിയതാ ഉണ്ടോ? 1ഉം 5 ഒരു പെയറാണ്, 2ഉം 4ഉം ഒരു പെയറാണ്, ആൻഡ് 3 and 6 ആർ പെയർ. റെഡി അല്ലേ? 2 and 4 ആർ ഫംഗ്ഷണൽ ഐസോമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷണൽ ഐസോമേഴ്സും പറയാം. കാരണം എന്താ? ഫംഗ്ഷണൽ ഐസോമേഴ്സ് നമുക്ക് നേമിന് പറയാൻ പറ്റും. കാരണം ക്ലോറിൻ ആണ്. ആക്ച്വലി ചങ്ങ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഐസോമേഴ്സ് തന്നെ പരിഗണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ ശരിക്കും ഇതെന്താണ്? ഈ ചങ്ങായിമാർ എന്താണ്? ക്വസ്റ്റ്യൻ ഐസോമേഴ്സും ആൻഡ് നമ്മുടെ അതേപോലെ ഇതേനും അതേപോലെ ആൽക്കഹോൾ എന്താണ്? ഫംഗ്ഷണൽ ഐസോമർസം ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. റെഡി അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ് മക്കൾ. എന്ത് നോക്കി എല്ലാവരും നോക്കണേ. വിച്ച് ഹോമോലോഗ് സീരീസ് ടു ദ ഹൈഡ്രോകാർബൺ ഇൻ ജനറൽ ഫോർമുല CnH2n ബിലോങ്സ്? മക്കൾ ഉറപ്പല്ലടാ, CnH2n എന്താടാ? ആൽക്കിൻ അല്ലേ? ആൽക്കിൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞു. Why the structural formula of a member of the same homologous is having 3 carbon atoms? അതായത് മക്കളെ ഈ സെയിം ഹോമോലോഗസ് ഇതേ ഫാമിലിയിലുള്ള ചേട്ടന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ചേട്ടനാടാ? 3 കാർബണുള്ള ചേട്ടൻ. 3 കാർബണുള്ള ചേട്ടൻ എന്തായിരിക്കും? സിമ്പിൾ C3H2 into 3. 2 into 3 6. അപ്പൊ C3H6 ആണെന്ത്? നമ്മുടെ ആൽക്കിൻ എന്ന് പറയുന്നത്. 3 കാർബണുള്ള ആളുടെ പേരെന്താണ്? C3H6 ആണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലടാ, വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഗിവൺ ബിലോ സ്ട്രക്ചർ ഫോർമുല ഹൈഡ്രോകാർബൺ. വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ? മോളിക്കുലർ ഫോർമുല പറയാൻ സിമ്പിൾ അല്ലേ? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ നമ്പർ കൂടി കൊടുക്കാം. നോക്കിയാ മക്കളെ, എത്ര കാർബൺ ഇവിടെ? നോക്ക്. 1 2 3 4 5 6 7 കാർബൺ. C7. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? നോക്കി, 3 5 7 8 11 13 15 16. C7H16. ഇതാണ് തന്നെ മോളിക്കുലർ ഫോർമുല ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലടാ? സിമ്പിൾ. ഇനി അടുത്തത് ബ്രാഞ്ച് പ്രസന്റ്. ഏതിലാണ് ബ്രാഞ്ച് ഉള്ളത്? ബ്രാഞ്ച് എന്ന് പറയുന്നത് ശാഖ. ഏതിലാണ് ശാഖ ഉള്ളത്? നോക്കിക്കോ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ലോങ്സ്റ്റ് ചെയിൻ, അതായത് പാരന്റ് ചെയിനെ കണ്ടുപിടിക്കണം. പാരന്റ് ചെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്പർ ഇട്ട് തുടങ്ങുമ്പോൾ 1 2 3 4 5 6 മൂന്നാമത്തേൽ ബ്രാഞ്ച് ഉണ്ട്. സോ ഇവനാണ് എന്ത് മക്കളെ? വലുതായിട്ട് വരുന്നത്, വലിയ ചെയിൻ അല്ലെ? ഇതാണ് വലിയ ചെയിൻ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കായിരുന്നു. ഇങ്ങനെ എടുത്ത എന്താ കുഴപ്പം? നോക്കിയേ, ഞാൻ ഇങ്ങനെ എടുത്താൽ എന്താ കുഴപ്പം? എനിക്ക് രണ്ടാമത്തേൽ ഇവിടെ എന്താ 1 2 3 4 5 ഇങ്ങനെ നമ്പർ വരുമ്പോൾ രണ്ടാമത്തേൽ എന്ത് കിട്ടും? ബ്രാഞ്ച് കിട്ടും. എന്താ കുഴപ്പം വെച്ചാൽ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് 5 കാർബണേ കിട്ടുള്ളൂ ചെയിൻ ആയിട്ട്. അപ്പൊ തെറ്റല്ലേ? കാരണം എന്താ? ഇതിലും വലിയ ചെയിൻ ഉണ്ട്. ആ ചെയിനാണ് 6 കാർബണുള്ള ചെയിൻ. സോ നിങ്ങൾ ഇങ്ങനെ എടുക്കാം. മൂന്നാമത്തേൽ എന്തിനും ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന്റെ പേരെന്താ? മിഥൈലാണ്. സിമ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റൻ നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്. ഏതാ ബ്രാഞ്ച്? മിഥൈൽ ബ്രാഞ്ച്. എയിലെ ബ്രാഞ്ചിൽ മൂന്നാമത്തെ കാർബൺ. സിമ്പിൾ. IUPAC നെയിം ഹൈഡ്രോകാർബൺ. ഈ ഹൈഡ്രോകാർബണിന്റെ നെയിമിംഗ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? നോക്കണം മക്കളെ. നോക്കിയേ, മൂന്നാമത്തെ മിഥൈലുണ്ട്. സോ 3 മിഥൈൽ. നിങ്ങൾ നോക്കണം ഹൈഡ്രോകാർബണിന്റെ ആൽക്കിനെ എണ്ണം നോക്കണം. എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇതിനകത്ത്? 6 കാർബൺ ആറ്റം. സോ അതിന് വേറൂട്ട് എന്താ? ഹെക്സ് എന്ന് പറയാം. ഹെക്സ് ആൽക്കൈൻ അല്ലേ? സോ ഹെക്സൈൻ. 3 മിഥൈൽ ഹെക്സൈൻ. സിമ്പിൾ ആയിരിക്കും. നോക്കിക്കേ, 3 മിഥൈൽ ഹെക്സൈൻ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഫോർമുല ഫോർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. ഒക്കെ തന്നിട്ടുണ്ടോ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താ ചോദ്യം? ഐഡന്റിഫൈ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്. മക്കളെ സിമ്പിൾ അല്ലേടാ? ഈ ചെങ്ങായിനല്ലേ ഇതറല്ലേടാ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? യെസ്, ഇതറാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ O എന്ന് പറയുന്ന, അതായത് മിത്തോക്സി, ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇതർ എന്ന് പറഞ്ഞാൽ മിത്തോക്സി ഗ്രൂപ്പാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരും. അതായത് ഇങ്ങനെ
ആർ ഒ എന്ന് പറയും, ആർ ഒ. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. എന്താ പറയുക? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ മെത്തോക്സി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇവിടെ മെത്തോക്സി ആണ്, മെത്തോക്സി എത്തോക്സി ഒക്കെ വരാം. ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ആൽക്കോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇതർ അല്ലെങ്കിൽ എന്താണ്? ഇതറാണ്. എന്താണ് ഇതർ? ആൽക്കോക്സി ആൽക്കേൻ എന്നാണ് വിളിക്കട്ടെ മക്കളെ. ഇതർ എന്ന് വിളിക്കുക, ആൽക്കോക്സി ആൽക്കേൻ, ഇങ്ങനെയാണ് പേരുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതറാണ് എന്ത് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് കോമൺലി നമ്മൾ വിളിക്കുക ഇതർ എന്ന് വിളിക്കും. അപ്പൊ അത് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ഓൺ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദി ഫംഗ്ഷണൽ ഐസോമർ. ഞങ്ങളോട് പറഞ്ഞു ഇതറിന്റെ ഫംഗ്ഷണൽ ഐസോമർ എന്താണ്? അത് ആൽക്കഹോൾ ആണ്. അതിന്റെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളും കൂടി എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറൽ ഫോർമുല ഓഫ് ദി ആൽക്കൈൻ. അടുത്ത എന്താ മക്കളെ? ഈ തന്നിരിക്കുന്ന ആൽക്കൈൻ ജനറൽ ഫോർമുല കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? CH2N-2. റെഡി അല്ലേടാ? സിമ്പിൾ സിമ്പിൾ സാധനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CH3CH2CH2OH. ഐഡന്റിഫൈ ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദിസ് കോമ്പൗണ്ട്. എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്? OH അല്ലേടാ? OH ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഗിവ്സ് IUPAC നെയിം, അതിന്റെ നാമം. IUPAC നാമം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ? 3 കാർബൺ ആറ്റം. നമ്മൾ എന്ത് ചെയ്യാം? ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ മിനിമം നമ്പർ ഇവിടെ നമ്മൾ നമ്പറിംഗ് ചെയ്യുന്നു. 1 2 3. ഇപ്പൊ 3 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊപ്പ്. എത്രയില ഓൾ ഉള്ളത്? ഓൾ എത്രയില? ഈ OH വിളിക്കുന്ന പേരെന്താ? OH ഓൾ എന്നാണ് വിളിക്കുക. അപ്പൊ പ്രൊപ്പാൻ, പ്രൊപ്പാൻ 1 ഓൾ, പ്രൊപ്പാൻ 1 ഓൾ, പ്രൊപ്പനോൾ എന്ന് പറയും. രണ്ടാമത്തിലായിരുന്നു OH പ്രൊപ്പാൻ 2 ഓൾ എന്ന് പറയും. മൂന്നാമത്തിലാണെങ്കിലോ പ്രൊപ്പാൻ 3 ഓൾ. പ്രൊപ്പാൻ 3 ഓൾ ഉണ്ടാവില്ല കേട്ടോ. പ്രൊപ്പാൻ 3 ഓൾ ഉണ്ടാവില്ല. കാരണം എന്താ? പ്രൊപ്പാൻ 3 ഓൾ എന്ന് പറയുന്നത് പ്രൊപ്പാൻ 1 ഓൾ തന്നെയാണ്. അപ്പൊ പ്രൊപ്പാൻ 3 ഓൾ ഉണ്ടാവില്ല, പ്രൊപ്പാൻ 1 ഓൾ ആണ്. അത് ഓർത്തിരിക്കുക. പ്രൊപ്പാൻ 1 ഓൾ എന്നാണ് ഇതിന്റെ പേരുണ്ടാവുക. എന്താണ്ടാവുക? പ്രൊപ്പാൻ 1 ഓൾ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ എന്ത് പറയാം? പ്രൊപ്പനോൾ, പ്രൊപ്പനോൾ, പ്രൊപ്പനോൾ എന്നും പറയാം. ശരിയല്ലേ? ഈ അടുത്ത ചോദ്യമാണ് മക്കളെ. നോക്കണേ മക്കളെ, എല്ലാവരും നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോളിക്കുലർ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ C4H10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്, ദ ബ്രാഞ്ച് ഇസ് മിഥൈൽ ഗ്രൂപ്പ്. റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് 4 കാർബണുള്ള C4H10 എന്റെ കയ്യിലുണ്ട്. ഓക്കെ, മാത്രമല്ല ഇതൊരു ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്, ഒരു ബ്രാഞ്ചും അതിനകത്തുണ്ട്. ഓക്കെ, ആ ബ്രാഞ്ചിന്റെ പേര് മിഥൈലാണ്. ഇത്രയും കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, 4 കാർബൺ ഉണ്ട്, അതിനകത്ത് ഒന്നും ബ്രാഞ്ചാണ്. അപ്പൊ ഉറപ്പിക്കാം എന്ത്? ഒന്ന് ബ്രാഞ്ച് മിഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കി എത്ര കാർബൺ ഉണ്ടാവുള്ളൂ? 3 കാർബൺ. ആ 3 കാർബൺ ഉള്ള ആളായിരിക്കും എന്ത്? അതിന്റെ പാരന്റ് ചെയിൻ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഇങ്ങനെ സാധനമായിരിക്കും പാരന്റ് ചെയിൻ. ബാക്കി 4 കാർബൺ മൊത്തം ഉള്ളത്, അതിൽ ഒരാൾ എന്താണ്? ബ്രാഞ്ചായി പോയിട്ടുണ്ട്. അപ്പൊ 3 കാർബൺ ഉള്ളതായിരിക്കും എന്റെ പാരന്റ് ചെയിൻ. അപ്പൊ ഒന്നും ബ്രാഞ്ചായി കൊടുക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ C കൊടുത്താൽ ബ്രാഞ്ച് കൊടുത്ത് പറ്റുമോ? ഇല്ല, അത് ലോങ് ചെയിൻ ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഇത് മാറ്റിയിട്ട് ഇവിടെ കൊടുക്കും. ഇപ്പൊ എന്തായി? അത് ബ്രാഞ്ചായി. കാരണം ഇത് മെയിൻ ചെയിനും ഇത് ബ്രാഞ്ചും ആവും. ഇത് മെയിൻ ചെയിനും ഇത് ബ്രാഞ്ചും ആവും. റെഡിയല്ലേ? എന്റെ കൊടുത്ത എന്താ വർഷം? അത് ലോങ് ചെയിൻ ആയിട്ട് പരിഗണിക്കും. അപ്പൊ 4 കാർബൺ ലോങ് ചെയിൻ ആയി പോകും. അത് പറ്റൂല, കാരണം ഓൾറെഡി ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി സെന്ററിലാണ് എന്തുണ്ടാവുക? ബ്രാഞ്ചിങ് ഉണ്ടാവുക. റെഡിയല്ലേ? യെസ്, ഇങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാവും. ഇനി ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. CH3 CH CH3 CH3. ഇതാണ് എന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്. IUPAC നെയിം കൊടുക്കുമ്പോൾ എവിടെ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. 1 2 3 1 2 3 ലെഫ്റ്റ് നിന്ന് റൈറ്റ് കൊടുത്താലും റൈറ്റ് നിന്ന് ലെഫ്റ്റ് കൊടുത്താലും രണ്ടാമത്തിൽ തന്നെ ബ്രാഞ്ച് ഉണ്ടാവുക. സോ ഒരു കുഴപ്പമില്ല. ഇനി നെയിം ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? രണ്ടിൽ എന്തുണ്ട്? രണ്ടിൽ എന്തുണ്ടാ? രണ്ടിൽ ബ്രാഞ്ച് ഉണ്ട്. സോ 2 മിഥൈൽ 2 മിഥൈൽ 2 മിഥൈൽ 2 മിഥൈൽ ബ്യൂട്ടൈൻ അല്ല, തെറ്റാണ്. 2 മിഥൈൽ എന്താണ്? പ്രൊപ്പൈൻ ആണ്. 2 മിഥൈൽ പ്രൊപ്പൈൻ തെറ്റാ. 2 മിഥൈൽ എന്താണ്? 2 മിഥൈൽ പ്രൊപ്പൈൻ ആണ് കേട്ടോ. 2 മിഥൈൽ പ്രൊപ്പൈൻ. ഇത് കറക്റ്റ് ആണ്. തെറ്റാ. 2 മിഥൈൽ പ്രൊപ്പൈൻ ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി മക്കളെ നോക്കിയേ, പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. നെയിം ദ ബ്രാഞ്ച് പറയുന്നത് IUPAC. സ്ഥിരം ചോദ്യം, അതായത് നമ്മളിപ്പോ എത്രയും ചെയ്ത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നെയിമിംഗ്, അതിന്റെ പൊസിഷൻ, ഏത് ഐസോമർ ആണ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഓർഗാനിക്കൽ നെയിമിംഗുമായി ബന്ധപ്പെട്ട് ഇതും ഓൾറെഡി നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച് നോക്കിയേ, 2 രണ്ടിലാണ്. അപ്പൊ 2 എന്ന് ആൻസർ ചെയ്യാം. കഴിഞ്ഞു. നെയിം ദ ബ്രാഞ്ച്, ഏതാ ബ്രാഞ്ച്? മിഥൈൽ. അതും കഴിഞ്ഞു. ഇനി അതായത് IUPAC നെയിം എന്താ? IUPAC നെയിം എന്ന് പറഞ്ഞാൽ 2 മിഥൈൽ 2 മിഥൈൽ. വേർഡ് റൂട്ട് പറ. 1 2 3 4 5 5 തവണ പെന്റെയിൻ. 2 മിഥൈൽ പെന്റെയിൻ. സിമ്പിൾ. 2 മിഥൈൽ പെന്റെയിൻ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ. വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ്. ഇനി ഐഡന്റിഫൈ ദ പെയർ ഐസോമേഴ്സ്, നെയിം ഓഫ് ദ ഐസോമേഴ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കണ്ടോ? OH അതേപോലെ തന്നെ ഇതർ വരുമ്പോൾ എന്താണ് നമുക്ക്? ഫംഗ്ഷണൽ ഐസോമർസം ആണ്. റെഡി, ഇത് പേരാണ്. അതേപോലെ തന്നെ ഇവന്മാർ തമ്മിൽ എന്തായിരിക്കും? കണ്ടില്ലേ? ഇതെന്താ? ഫംഗ്ഷണൽ ഐസോമർസം. ഇത് പൊസിഷൻ ഐസോമർസമാണ്. OH ഗ്രൂപ്പിന് പൊസിഷൻ മാറിയിട്ടുണ്ട്. ചൈന ഐസോമർസം ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഫിൽ അപ്പ് സ്യൂട്ടബിളി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. OH എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ COH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. എന്താ പറയുക? കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയും. ആസിഡ് ആണ്. COH എന്ന് പറയുന്നത് ആസിഡ് ആണ് കേട്ടോ. OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ് കേട്ടോ. എന്താണ്? ആൽക്കഹോൾ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ വേറെ സാധനം ജസ്റ്റ് പറഞ്ഞുതരാം. അത്ര ഇമ്പോർട്ടൻസ് ഒന്നും എന്താണെന്ന് ഓർത്തിരുന്നു. CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ആൽഡിഹൈഡ് കേട്ടോ. ആൽഡിഹൈഡ്. ഓക്കെ അല്ലേ? ആൽഡിഹൈഡ് എന്നാണ് വിളിക്കാം. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ഫോളോവിംഗ് കോമ്പൗണ്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ കൊടുത്ത സംയുക്തങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓൾറെഡി പറഞ്ഞ ചോദ്യങ്ങളാണ് മക്കളെ. ഇതെന്താ?
ഇങ്ങനെ സാധനം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? ഇതരല്ലടാ, ഇതറിന്റെ ഫംഗ്ഷൻ ഐസോമർസ് ഏതായിരിക്കും? ഉറപ്പാണ് എന്ത്? ആൽക്കഹോൾ ആയിരിക്കും. ഈ രണ്ട് ചെങ്ങായിമാർ എന്തായിരിക്കും? ഈ രണ്ട് ചെങ്ങായിമാർ എന്താടാ? കാർബണാറ്റത്തിന്റെ എണ്ണം നോക്കണേ. ഇവിടെ 2 കാർബണാറ്റം ഉള്ളത്, ഇവിടെ 3 കാർബണാറ്റം. അപ്പൊ ഒരിക്കലും എന്താവില്ല, ഇവന്മാർ തമ്മിൽ ഐസോമർ ആകൂല. എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യരുത്? ആൽക്കഹോളും ഇതറും നോക്കിയിട്ട് പോയിട്ട് ഐസോമർ എഴുതരുത്. കാർബണാറ്റത്തിന്റെ എണ്ണം സെയിം ആണോ നോക്കണേ. കാർബണാറ്റത്തിന്റെയും ഹൈഡ്രജൻ എണ്ണം സെയിം ആണോ നോക്കണം. ഇവർ രണ്ടുപേരും ഐസോമർ ആവില്ല, പകരം ഇവർ രണ്ടുപേരും എന്താവും? ഐസോമർ ആവും. ഏത് ഐസോമർ? ഫംഗ്ഷണൽ ഐസോമറിസം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവന്മാർ രണ്ടുപേരും എന്താ മക്കളെ? ഇവന്മാർ രണ്ടുപേരുടെ കാർബണും ഹൈഡ്രജൻ ഒക്കെ സെയിം ആണ്, പക്ഷെ പൊസിഷനിൽ മാറ്റമുണ്ട്. സോ ഇവന്മാർ രണ്ടും എന്താണ്? പൊസിഷൻ ഐസോമർസും. ഇവന്മാർ രണ്ടുപേരും എന്താണ്? ഫംഗ്ഷണൽ ഐസോമർസും ആണ്. റെഡി അല്ലേടാ? റെഡിയാണ്. റെഡി അല്ലേ? റെഡിയാണ്. യെസ്. ഇനി വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓഫ് CH3OCH3? ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേരെന്താ? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ആൽക്കോക്സി ഗ്രൂപ്പ് എന്താ വിളിക്കുക? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. അതാണ് ഇതറിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. റെഡി അല്ലേടാ? റെഡി. സ്ട്രക്ചറൽ ഫോർമുല ഫോർ ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ ബിലോ. മോളിക്കുലർ ഫോർമുല ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ എന്താ ഒരു ആൻസർ? മൊത്തം കാർബൺ എണ്ണം 1 2 3 4 5 6 7. C7 ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 3 4 6 8 11 13 16. അപ്പൊ C7H6. C7H6 എന്താണത്? എന്താ? ഹെപ്റ്റൈൻ. എന്താണ്? ഹെപ്റ്റൈൻ ആണ്. Then how many carbon atoms are there in the longest carbon chain? അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ്സ്റ്റ് ചെയിൻ എന്താണ് മക്കളെ? നമുക്ക് ഇവരെ വേണമെങ്കിൽ ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ നോക്കിയേ 1 2 3 4 5 1 2 3 4 5 5 ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, പകരം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. എങ്ങനെ? 1 2 3 4 5 6. 6 കിട്ടൂലേ? 6 കിട്ടും. അപ്പൊ ഇതല്ലേടാ വലുത്? ഇതല്ലേടാ വലുത്? യെസ്, ഇതാണ് വലുത്. ഇതല്ലേ വലുത്? അപ്പൊ അതാണ് വലുത്. അപ്പൊ അതാണ് എന്ത്? ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. 6 ആൻസർ ഉണ്ടാവുക. മെയിൻ ബ്രാഞ്ച് പ്രസന്റ് 3 ബ്രാഞ്ച് ഉണ്ടാകും. ആ ബ്രാഞ്ചിന്റെ പേരെന്താ? മിഥൈലാണ്. മിഥൈൽ. ഇനി പേരിടുമ്പോൾ എന്താ പേര്? 3 മിഥൈൽ, 3 മിഥൈൽ. ഇനി എന്താണ്? 6 എന്ന് പറയുമ്പോൾ ഹെക്സൈൽ, 3 മിഥൈൽ ഹെക്സൈൽ. അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. റെഡി അല്ലേ? ഇനി അടുത്ത ചോദ്യം. സ്ട്രക്ചർ ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ ബിലോ. അരോമാറ്റിക് ഉണ്ട്. നിങ്ങൾക്കറിയാം അലിഫാറ്റിക് എന്ന് പറയുമ്പോൾ ലീനിയർ ചൈനുള്ള സ്ട്രക്ചറുകൾ ഉണ്ട്, അതേപോലെ റിംഗ് പോലെ സൈക്ലിക്കൽ സ്ട്രക്ചറുകൾ ഉണ്ട്. അതിനാണ് അരോമാറ്റിക് എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ അരോമാറ്റിക് ഉള്ള സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതിന്റെ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ഘടന തന്നിരിക്കുന്നു. ഈ സമയത്ത് ഇതിന്റെ പേര് എഴുതുക എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ കണ്ണും ഇങ്ങനെ തുറന്നിരിക്കേണ്ട ആവശ്യമില്ല, ആൻസർ സുന്ദരമായിട്ട് എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ചെങ്ങനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ. എന്താണ്? ബെൻസീൻ. നിങ്ങൾ +1 എത്തിക്കുക, +1 +2 എത്തുമ്പോൾ ബെൻസീൻ എല്ലായിടത്തും കാണാൻ പറ്റും. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ എവിടെ പഠിക്കുന്നോ അവിടെ കാണാൻ പറ്റും ചെങ്ങയാണ്. ഈ ചെങ്ങായി ആരാണ്? ഇയാളുടെ പേരാണ് ബെൻസീൻ. എന്താണ്? ബെൻസീൻ. ബെൻസീൻ സ്ട്രക്ചറൽ ഫോർമുല എന്താടാ? അതിന്റെ മോളിക്കുലർ ഫോർമുല എന്താടാ? മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H6 ആണ്. എന്താണ്? C6H6 ആരാണ്? ബെൻസീൻ. ആരാണ്? ബെൻസീൻ. ഓർത്തിരുന്നോ ഈ ചെങ്ങായി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി ഒരു റിയാക്ഷൻസിലൊക്കെ കാണിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ബെൻസീൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചെങ്ങായി കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ബെൻസീൻ എന്താ? C6H6 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ കാണുമ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ടും ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എത്ര കാർബൺ ഇവിടെ? 1 2 3 4 5 6 6 കാർബൺ, 6 ഹൈഡ്രജൻ. സോ ഇത് ബെൻസീൻ ആണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല കോമ്പൗണ്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, C6H6 ആണ്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗാനിക് സമയത്ത് ബന്ധപ്പെട്ട് ഏതാനും വസ്തുക്കൾ താഴെ നൽകിയിട്ട് ഓക്കെ എന്തൊക്കെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് സാധനം കണ്ടുപിടിക്കാനാ ചോദ്യം. അവർ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇത് 4 കാർബൺ ഉണ്ട്. എത്ര കാർബൺ ആറ്റം? 4 കാർബൺ ആറ്റം. ഒരു കാര്യം മനസ്സിലായി, കാർബൺ എണ്ണം എത്രയാണ്? 4 ആണ്. ഓക്കെ, സംഭവിച്ചു. 4 കാർബൺ ആറ്റം. ഓക്കെ, ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമാണുള്ളത്. എല്ലാ കാർബൺ ഇടയിൽ എന്താണുള്ളത്? സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഡബിൾ ബോണ്ട് ഒന്നുമില്ല. അപ്പൊ സിംഗിൾ ബോണ്ട് ആണുള്ളത്. ഓക്കെ, അതും സംഭവിച്ചു. ഇനി അടുത്തത്, ഇതൊരു അലിസൈക്ലിക് സംയുക്തമാണ്. എന്താണ് ഇതാണ് പല കുട്ടികൾ അറിയാത്തത്. അലിസൈക്ലിക് ആണുള്ളത്. അലിസൈക്ലിക് എന്താ നമ്മൾ അലിസൈക്ലിക് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ സാധാരണ കോമ്പൗണ്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന് സൈക്ലിക്കും ഉണ്ടാകും, അസൈക്ലിക്കും ഉണ്ടാകും. സൈക്ലിക് എന്ന് പറയുമ്പോൾ ഈ റിംഗ് പോലെ സ്ട്രക്ചറുകളൊക്കെ ഉള്ളത്. ഇനി സൈക്ലിക് എന്ന് പറഞ്ഞാൽ ലീനിയർ ചെയിനുകൾ. ഈ സൈക്ലിക്ക് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് അലിസൈക്ലിക്കും ഉണ്ട്, അരോമാറ്റിക്കും ഉണ്ട്. അരോമാറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ കാര്യങ്ങൾ, അതായത് നമുക്ക് അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ പോകണം. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. സൈക്ലിക് കോമ്പൗണ്ടുകൾ, സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ മക്കളെ എന്തൊക്കെയുണ്ട്? അലിസൈക്ലിക്കും ഉണ്ട്, അതേപോലെ തന്നെ അരോമാറ്റിക്കും ഉണ്ട്. അലിസൈക്ലിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്. അപ്പൊ ഈ ചെങ്ങായി ആരാണ്? അത് സൈക്ലിക് കോമ്പൗണ്ട് ആണ്. എന്താണ്? സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ സൈക്ലിക് കോമ്പൗണ്ടിൽ 4 കാർബൺ വരുന്ന സിംഗിൾ ബോണ്ട് ഉള്ള ആളെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആരാ മക്കളെ? അത് വളരെ സിമ്പിൾ ആണ്. അയാളെ പേര് ചോദിച്ചാൽ അത് ഇതാണ് സാധനം. ഈ കാണുന്ന ചെങ്ങായിയാണ്, സൈക്ലോബ്യൂട്ടൈൻ ആണ്. സൈക്ലോബ്യൂട്ടൻ. അപ്പൊ സൈക്ലോബ്യൂട്ടൻ സ്ട്രക്ചർ വരയ്ക്കാൻ സിമ്പിൾ ആണ്. ഞാൻ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ കൊടുത്തത് ചിലപ്പോൾ പല കുട്ടികൾക്ക് ഇത് അറിയുന്നുണ്ടാവില്ല. ഇതെങ്ങനെ വരയ്ക്കുക? ഇത് സിമ്പിൾ ആടാ. CH2 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 CH2. ഇതാണ് ആക്ച്വലി എന്ത് മക്കളെ? നമ്മുടെ സൈക്ലോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ഇവിടെ വേണമെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാം. ആ രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ? CH2 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 CH2. അപ്പൊ നിങ്ങൾക്ക് ഹൈഡ്രജന് ഫുൾ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് സാധനം. ഈ
ഈ സാധനത്തിന് വിളിക്കുന്ന പേരെന്ത്? ഇയാളുടെ ഫോമുല വരുമ്പോൾ നമുക്ക് ആൽക്കീൻ ഇല്ലടാ, ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉള്ള ആ രൂപത്തിലായിരിക്കും സൈക്ലിക് ആയിട്ടുള്ള ആൽക്കീനുകൾ ഉണ്ടാവുക. അപ്പം ഈ ചെങ്ങ ആരാണ്? ഈ ചെങ്ങിന്റെ ജനറൽ ഫോമുല C4H8 ആയിട്ട് ഉണ്ടാവുക. C4H8 എന്നാണ് ഉണ്ടാവുക. C4H8 എന്ന്. ഓക്കെ അല്ലേ? ഇത് സൈക്ലോ ബ്യൂട്ടൈൻ ആണ്. പിന്നെ പേരിടുമ്പോൾ എങ്ങനെ പേരിടാം? സൈക്ലോ എന്ന് നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് ആകുമ്പോൾ സൈക്ലോ എന്ന് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സൈക്ലോ ബ്യൂട്ടൈൻ. സൈക്ലോ പ്രൊപ്പൈൻ എങ്ങനെ ചെയ്താ? സൈക്ലോ പ്രൊപ്പൈൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും മക്കളതാ. സൈക്ലോ പ്രൊപ്പൈൻ. സൈക്ലോ ബ്യൂട്ടൈൻ എന്താ? ഇത് സൈക്ലോ പെന്റൈൻ എന്താണ്? സൈക്ലോ പെന്റൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക്. സൈക്ലോ പെന്റൈൻ, സൈക്ലോ പെന്റൈൻ. സൈക്ലോ ഹെക്സൈൻ എങ്ങനെ ഉണ്ടാവുക? സൈക്ലോ ഹെക്സൈൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ ആയ കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട്. സ്ട്രക്ചർ വരച്ചിട്ട് അതാണ് സ്ട്രക്ചർ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് C4H8 ആണ്. ഇനി റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ആൽക്കീൻ വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല. ഇതേ മോളിക്കുലർ ഫോർമുല ആൽക്കീൻ നമ്മൾ പറഞ്ഞു. ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്താണത്? ലീനിയർ ആണ്, അതായത് അസൈക്ലിക് ആണ്. അപ്പം അതിന്റെ ഫോർമുല എങ്ങനെ ഉണ്ടാവുക? C4H8 ആകുമ്പോൾ ഈ ഫോർമുല ഉണ്ടാവും. C4H8 എന്ന് പറയുന്ന ബ്യൂട്ടീൻ ആണ് ഉണ്ടാവും. ബ്യൂട്ടീൻ എന്ന് പറയും. റെഡി അല്ലേടാ? ബ്യൂട്ടീൻ. ഓക്കെ, അടുത്തത് C3COH is the condensed formula of an organic compound. To which category does the compound belongs? Okay. അപ്പൊ ഈ ചെങ്ങായി ഏത് കാറ്റഗറിയിൽ ഉണ്ടാവുന്നത്? അത് ആൽക്കഹോൾ ആണോ ആസിഡ് ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു COH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്, കാർബോക്സിക് ഗ്രൂപ്പ് ആണ്, അത് ആസിഡ് ആണ്. സോ അത് ആൻസർ ഉണ്ടാവുക ആസിഡ്. എന്താണ് ആൻസർ? ആസിഡ് ആണ് കേട്ടോ മക്കളെ, ആസിഡ് ആണ്. റെഡി അല്ലേടാ? റെഡി. ഇനി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. IUPAC നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? നമ്പർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ നമ്പർ ഫസ്റ്റ് കൊടുക്കണം. സോ 1, 2 രണ്ട് കാർബണേ ഉള്ളൂ. രണ്ട് കാർബൺ ആസിഡ് വിളിക്കുന്ന പേരെന്താ? എത്തനോയിക് ആസിഡ്. ഒരു കാർബൺ ആസിഡ്, രണ്ട് കാർബൺ ആസിഡ് എത്തനോയിക് ആസിഡ്, മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ്. സോ ഇയാളുടെ ആൻസർ എന്തായിരിക്കും? ഇയാളുടെ പേര് എത്തനോയിക് ആസിഡ് എന്നാണ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദി കോമ്പൗണ്ട്. ആസിഡിന്റെ യൂസ് എന്താടാ? ആസിഡിന്റെ യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിനെഗർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇതിലടാ ഉപ്പിലിട്ടുമ്പോൾ ഒക്കെ നമ്മൾ വിനാഗിരി പറയുന്നത് എന്താ? എത്തനോയിക് ആസിഡ്. ഡയലൂട്ട് ആയിട്ടുള്ള എത്തനോയിക് ആസിഡ് നമ്മൾ വിനാഗർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. സോ ഡയലൂട്ട് എത്തനോയിക് ആസിഡ് യൂസ് ആസ് വിനാഗർ എന്ന് പറയാറുണ്ട് അല്ലെ, വിനാഗിരി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്തത് പക്ഷെ കഴിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B are two organic compounds with different functional group and having same molecular formula C3H8. Okay. ഇനി the structural formula of a compound having OH as a functional group. OH functional group ആയിട്ട് വരുന്ന ഐസോമർ ഏതാണ്? ഞങ്ങൾ പറഞ്ഞു ഇതറിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഫംഗ്ഷൻ ഐസോമർ ആണ് ആര്? ആൽക്കഹോൾ എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതേ രൂപത്തിൽ വരുന്ന സ്ട്രക്ചറൽ ഫോർമുല എഴുതി കൂടെ എഴുതാൻ പറ്റും. അതായത് 3 കാർബൺ ഉള്ള ആൽക്കഹോൾ ഏതാണ്? 3 കാർബൺ ആൽക്കഹോൾ സിമ്പിൾ ആണ്. ആരാണ്? പ്രൊപ്പനോൾ ആണ്. സോ പ്രൊപ്പനോൾ എന്ന ആൻസർ C3CH2OH. ഇതെന്താ മക്കളെ? ഇതാണ് ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താ? ഇത് തന്നെയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്ന സാധനം. ഇത് തന്നെയാണ് അല്ലെ? ഉണ്ടോ? C3CH2CH2OH ആണ് അല്ലെ? ഇനി ബി എന്ന് പറയുമ്പോൾ മക്കളെ, ബി എന്ന് പറയുമ്പോൾ എ നമ്മൾ പറഞ്ഞു ഇതാണ് എ, ഇതാണ് എ നമ്മൾ കണ്ടുപിടിച്ചത്. ബി ആണ് നമ്മുടെ ഇതർ എന്ന് പറഞ്ഞ ഈ സാധനം. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ ഉണ്ടാവുക? CH3OCH2CH3. ഇതാണ് അതിന്റെ ഇതർ എന്ന് പറയുന്ന ആളുടെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി അടുത്തത് IUPAC നെയിം ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇതറാണ്. ഇതറിന്റെ IUPAC നെയിം എന്താണ്? ചെറുതോക്സി വെറുതേൻ മെത്തോക്സി ഈതേൻ. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് പൊസിഷൻ ഓഫ് ഐസോമർ ഓഫ് എ. എയുടെ എന്താണ് പൊസിഷൻ ഐസോമർസം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എ എന്ന് പറയുക ഇയാളാണ് എന്ത്? എയുടെ ഒന്നാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നിന്റെ OH ഗ്രൂപ്പിനെ ടിൽറ്റ് ചെയ്തിട്ട് പുസ്തകമായിട്ട് എന്ത് ചെയ്യാം? രണ്ടാമത്തെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രക്ചർ കിട്ടും. എന്താണത്? പ്രൊപ്പാൻ ടൂൾ എന്ന് പറയും. പ്രൊപ്പാൻ ടൂൾ. ഇനി നമ്മൾ ലാസ്റ്റ് ചോദ്യം, ലാസ്റ്റ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയ്തു, നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ചോദ്യം മൊത്തം നാളെ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. നിങ്ങൾ എന്ത് ഉറപ്പായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നെയിമിങ്, സ്ട്രക്ചർ, അതേപോലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസങ്ങൾ, പൊസിഷൻ ഐസോമറിസം, ഇതറും ആൽക്കഹോളുള്ള ഫംഗ്ഷണൽ ഐസോമറിസങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? നല്ലോണം പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.